ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ കഞ്ഞിയൊന്നുമല്ല, ഒരു ഔഷധ കഞ്ഞിയാണ്. നമ്മൾ വീഡിയോസൊന്നും ഇങ്ങനെ ഇടാതിരുന്ന സമയത്ത് കിട്ടിയ ഒരു ഐഡിയ ആണ്. വേറെ ഒന്നുമല്ല, ഈ മാസം കർക്കിടക മാസമല്ലേ, നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേരളീയരായ ആൾക്കാർ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു മരുന്ന് കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോയി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തലേന്ന് കുതിർത്ത പയറും ഉലുവയാണ്. ഇതിൻ്റെ അളവും കാര്യങ്ങളും വന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് അതിൻ്റെ പകുതിയായ അര ഗ്ലാസ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയറിൻ്റെ പകുതി, അതായത് 1/4 ഗ്ലാസ് ഉലുവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അരിയായിട്ട് നവര അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അരിയാണ് നവര അരി. ഇത് ദഹനത്തിനും ശ്വാസകോശ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്നു. കൂടാതെ പ്രമേഹ രോഗികൾക്കും ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മളിപ്പോൾ 1 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിപ്പോൾ മേടിച്ചിരിക്കുന്നത് അങ്ങാടിക്കടയിൽ നിന്നാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 1 കിലോ 70 രൂപ റേറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. ആ അരി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ തലേന്ന് കുതിർത്ത പയറും ഉലുവയും കൂടെ ചേർത്ത്, നമ്മളിപ്പോൾ മൺകലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കറിലാണ് വേവിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ വേവാൻ വേണ്ടി വയ്ക്കും. 3-4 വിസിൽ കേൾക്കണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം, കാരണം വെള്ളം വറ്റാൻ നല്ല ചാൻസാണ്. പിന്നെ ഈ കാണുന്ന അളവിന് ആശാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അഥവാ ഹാലിം വിത്തുകൾ എന്ന് പറയുന്നു. ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ശരീരഭാരം കുറയ്ക്കാനും മുടിയുടെ വളർച്ച കൂട്ടുന്നതിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത് വളരെ സഹായിക്കുന്നു. വിളർച്ചയും തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കഞ്ഞിയിലേക്ക് ആവശ്യമായ പച്ചിലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. നവരയില, ഉഴിഞ്ഞ, കീഴാർനെല്ലി, തുളസിയില, ബ്രഹ്മി, നമുക്ക് കിട്ടുന്ന, അതായത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഔഷധക്കൂട്ടുകൾ നിങ്ങൾക്ക് എടുക്കാം. കഴിക്കാൻ പറ്റുന്നത് അളവ് വളരെ കുറച്ച് മാത്രം മതി. അല്പം കുടങ്ങൽ എന്നിവയൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലാം നല്ലവണ്ണം വൃത്തിയായി കഴുകിയെടുക്കണം. പിന്നെ അല്പം പൂവാങ്കുരുന്ന്, പിന്നെ മുയൽ ചെവിയൻ 1 മൂടേ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയത് നമ്മളിതിലിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കഞ്ഞി ഉണ്ടാക്കിയ സമയത്ത് എടുത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് 1 മൂടേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ചേർത്തിരിക്കുന്നത് ദശപുഷ്പങ്ങളിലെ ചെറുളയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ നീരെടുക്കണം. നമ്മളിപ്പോൾ അമ്മിക്കല്ലിൽ അരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ദശപുഷ്പത്തിൽ ഒരു ഐറ്റമായ മുക്കുറ്റി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൽ ചേർത്ത മരുന്നുകളെല്ലാം തന്നെ വയറ് സംബന്ധമായ, അതായത് ദഹന പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും മൂത്രാശയ രോഗങ്ങളൊക്കെ ചെറുക്കുന്നതിനും നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഏറെ സഹായകമായ പച്ചില മരുന്നുകളാണ്. കൂടാതെ ഈ സമയത്ത് കർക്കിടക മാസത്തിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ ദഹനം വളരെ സ്ലോയിലാണ് നടക്കുന്നത്. അതിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഈ കഞ്ഞി നമ്മളെ വളരെ സഹായിക്കും. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കണം. ഇലകൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. കുറുന്തോട്ടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വേരാണ് എടുക്കാറ്, ഇലയല്ല. വേരിൽ മേലെ തൊലി കളഞ്ഞ് അത് ചതച്ചെടുക്കണം. മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് വെളിയിലാണ് അമ്മിക്കല്ലിട്ടിരിക്കുന്നത്. നമുക്കതെടുക്കാൻ അവിടെ പോയിരുന്ന് അരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മിക്സിയിൽ അരച്ചെടുത്തത്. നമുക്ക് കിട്ടിയ നീരും കാര്യങ്ങളാണ് നമ്മളിപ്പം ആദ്യത്തെ തവണ അരച്ചതിലേക്ക് അരഞ്ഞു കിട്ടിയപ്പോൾ അല്പവും കൂടെ ഇലകൾ ചേർത്ത് ഒരു സ്റ്റെപ്പിൽ തന്നെ അരച്ചെടുത്തു. എല്ലാ ഇലയും കൂടെ. നമ്മുടെ ജാറ് ചെറുതായതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കാൻ പറ്റിയിട്ടില്ല. 2-3 തവണയായിട്ടാണ് അരച്ചെടുത്തത്. കിട്ടിയ നീരും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഏറെ നല്ലതാണ് ഈ പച്ചില മരുന്നുകളിട്ടത്. കാരണം പ്രമേഹ രോഗികൾക്ക് ഷുഗർ കുറയുന്നതിനും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊഴുപ്പ് കുറയുന്നതിനൊക്കെ ഈ പച്ചില മരുന്നുകൾ അടങ്ങിയ ഈ ഒരു കഞ്ഞി ഏറെ സഹായകമാകും. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശർക്കര ചേർത്തുണ്ടാക്കണം. നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ സമയത്ത് ശർക്കര ഇടാതെയാണ് ഉണ്ടാക്കിയത്.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉലുവയുടെയൊക്കെ ചെവ ഉള്ളതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം ഈ കാണുന്ന അളവിൽ ജീരകം, പിന്നെ എടുത്തിരിക്കുന്നത് ഇന്ദുപ്പാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഉപ്പ് ഇന്ദുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇന്ദുപ്പാണ്. അതും കൂടെ ചേർത്ത് നല്ലവണ്ണം ചതച്ചെടുക്കണം. മാത്രമല്ല അല്പം കുരുമുളകും കൂടെ നമ്മൾ ഈ സമയത്തിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. നല്ലവണ്ണം ചതച്ചെടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് അല്പം ചുക്ക്, അല്പമല്ല ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് നല്ലവണ്ണം ചതച്ചെടുക്കണം. ഈ കാണുന്ന അളവിനാണ് നമ്മൾ കുരുമുളക് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചതച്ച് കാണുന്ന രൂപത്തിൽ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ കഞ്ഞി വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ കാണുന്ന വെളുത്തുള്ളി നമ്മൾ നെയ്യിൽ ചേർത്ത് കടുവറുത്തെടുക്കാനുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ഈ ചതച്ചെടുത്തതും ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ തുറന്നു നോക്കിയ സമയത്ത് കഞ്ഞിയിൽ വെള്ളം വളരെ കുറവായിരുന്നു. താമസിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അടിയിൽ പിടിച്ചനെ. ഈ സമയത്ത് തന്നെ നമ്മൾ അരച്ചെടുത്ത പച്ചില നീരും കൂടി നമ്മൾ ചേർത്ത് നല്ലവണ്ണം ഇളക്കുന്നുണ്ട്. അല്പം കൂടി വെള്ളം കൊടുക്കണം. അല്പവും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് വേവാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി അടുപ്പിൽ വെച്ചു വീണ്ടും വേവാൻ വേണ്ടി. പിന്നെ നമ്മളെടുത്തത് ശർക്കരയാണ്. ശർക്കര 4-5 കഷ്ണമായിട്ട് ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കരയിൽ ഒരു ചെറിയൊരു കഷ്ണം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് പോലെ ചെറിയ പീസാക്കി എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം വെച്ച് നമ്മൾ ഉരുക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 1 തേങ്ങയാണ് 1 ഗ്ലാസ് അരിക്ക് വേണ്ടത്. അതിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിന് വേണ്ടി വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ആ തേങ്ങയുടെ തന്നെ തേങ്ങാവെള്ളം ചേർത്താണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. മിക്സിയിലൊന്ന് അരച്ചെടുത്തു. അതിനുശേഷം തേങ്ങാപ്പാൽ 1-ാം പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഈ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഈ കാണുന്ന വലിയ അരിപ്പിലാണ് നമ്മൾ നേരത്തെ നീരും ഈ തേങ്ങാപ്പാലും എല്ലാം അരിച്ചെടുത്തത്. അൾസറിനുള്ള ഒരു മികച്ച വീട്ടുവൈദ്യമാണ് ഈ കഞ്ഞി. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ദഹന പ്രശ്നങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതിലൂടെ. ചർമ്മത്തിനും മുടിക്കും ഇത് തേങ്ങാപ്പാൽ വളരെ നല്ലതാണ്. ശരീരത്തിന് ജലാംശം നൽകാനും ഊർജം നൽകാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ചർമ്മകാന്തി മെച്ചപ്പെടുത്തുന്നതിനും തേങ്ങാപ്പാൽ സഹായിക്കുന്നു. നമുക്ക് ഇത്രയും തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നേരത്തെ അരിയും ചെറുപയറൊക്കെ വെന്തതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇത് നല്ല ഒരു കഞ്ഞിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് നമ്മൾ ഇനി ഉരുക്കി മാറ്റി വച്ചിരിക്കുന്ന ശർക്കര പാനീയം അരിച്ച് ഇതിലേക്ക് വീഴ്ത്തി കൊടുക്കാം. കാരണം അരിച്ചില്ലെങ്കിൽ ഇതിൽ ശരിക്ക് കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ അരിപ്പിൽ എന്തുമാത്രം കൊത്ത് വീഴുന്നുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അരിച്ചു വേണം ഈ കഞ്ഞിയിലേക്ക് വീഴ്ത്തി കൊടുക്കാൻ. നല്ല ബെനിഫിറ്റ് കിട്ടുന്ന, നമ്മുടെ ശരീരത്തിന് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ആഹാരമാണിത്. പിന്നെ നമ്മൾ നെയ്യിലേക്ക് 2 സ്പൂൺ നെയ്യിലേക്ക് 3-4 കഷ്ണം വെളുത്തുള്ളി കടുവറുക്കും പോലെ ചേർത്തിട്ടുണ്ട്. കടുവറുത്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് ഇവിടെ കടുവറുത്തെടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലാണ്. അത് നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതാണ് സംഭവം. എങ്ങനെ ഉണ്ടെന്ന് പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കൊള്ളാം, സൂപ്പർ എന്നാണ് പറയാം. ചെറുത് വായിൽ എന്തോ എടുത്തിട്ടിട്ടുണ്ട്. അത് ചെറുത് വരൂല, അടുത്ത് പൊന്നു. എങ്ങനെയുണ്ട് പൊന്നു? അന്നയ്ക്ക് വേണ്ടേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ശർക്കര ഇട്ടിട്ടില്ല. ശർക്കര ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.